പറഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ. കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ. ഉടമണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ. പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരദ. വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരദ. കിലുകിലകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും. ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ. കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ. സുധീലിയ, ഓ എടാ സുമേഷ്, നീയും കൂടെ കേൾക്കാനായി. ഇവിടെ ഫ്ലോറിൽ ഇരിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അത് കിട്ടുന്നില്ലടാ. അവിടെ കാറ്റില്ലാത്തോണ്ടാണ് ഇവിടെ ഇവിടെ നല്ല കാറ്റാ. ഈ ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ. എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാൻ സമ്മതിച്ചായിരുന്നെങ്കിൽ. പഴയ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ, അതാണ് വിഷയം. നമുക്ക് ഇവിടെ ഒന്നും കേറാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. ഇതെന്താ ഇവിടെ ഇവിടെ ഇരിക്കേണ്ട വിഷയം? നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട കാരണം അവിടെയല്ലേ നിങ്ങളുടെ സീറ്റ്? അതെ, ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാനുള്ള സാഹചര്യം നമ്മൾ അനൂപ് സാർ വന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം? ആരും അനുവേട്ടനെ. അനൂപ് സാറോ? ഒന്നാമത് ചോദിക്കണമല്ലോ. ചോദിച്ചിട്ട് വാ, പെട്ടെന്ന് പോയി ചോദിച്ചിട്ട് വാ. അല്ലല്ല, ഇന്ന് ഇത്തിരി പുള്ളി ഇത്തിരി ചൂടാ. ഇന്ന് ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ തണുക്കുമ്പോൾ ഞാൻ ചോദിക്കും. അതെന്തായാലും ഞാൻ ചോദിക്കും. പിന്നെ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണാനാ. അപ്പൊ ഞാൻ പുതിയൊരു പാട്ടുകാരനെ ഇറക്കിയിട്ടുണ്ട്. പുള്ളിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ടുകാരനെ കൊണ്ടുവന്ന് ഞങ്ങൾ അനുഭവിച്ചുള്ളൂ. ഇവിടെ ഈ കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ പറഞ്ഞ ഗസ്റ്റുകൾക്ക് വേണ്ടി മാത്രം കൊട്ടാനാ ഞങ്ങൾ അവിടെ ഇരിക്കണം. മനസ്സിലായോ? അല്ല, നിന്റെ തോന്നിവാസത്തിന് ഓരോരുത്തർ വിളിച്ചോണ്ട് ഞങ്ങൾ കൊട്ടായിരിക്കും. ജോസിനെ കൊണ്ടല്ലോ. അത് തെറ്റുപറ്റി. അവൻ ആ ജോസേട്ടനെ തലയടിച്ച് പഠിച്ചു വരുന്ന വരവൻ ഞാൻ അറിയാമോ? ഇത് അതുപോലെ, അത് ജോസേട്ടൻ. പക്ഷെ ഇത് AR കേളു. AR റഹ്മാന്റെ ട്രാക്ക് പാടുന്ന ആളാ. ഞാൻ കൊണ്ട് പുള്ളിയുണ്ട്. ഞാൻ പുള്ളിക്കൊന്ന് ചെയ്തു കൊടുക്കണം. ഞാൻ കൊണ്ടില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഗിറ്റാർ തൊടില്ല. അത് വേണ്ട. അല്ല ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ തോന്നിയാസം കുറെ നാൾ കൊണ്ട് ഇവിടെ നടക്കുക. നിങ്ങൾ ഈ വിനയ സാറിനോടും ആ പ്രിയക്കൊച്ചിനോടും അതുപോലെ ഇവിടെ വന്ന ഗസ്റ്റിനോടും ഒക്കെ നിങ്ങൾ അവിടെ നിന്ന് തോന്നിയാസം പറയുന്നു, തർക്കുത്തരം പറയുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആ രീതി എന്നോട് സംസാരിക്കരുത്. ഞാൻ സെക്യൂരിറ്റിക്കാരനാണ്. നീ സെക്യൂരിറ്റിക്കാരനാ, അത് ആദ്യം ആലോചിക്കണം. അത് എന്നോട് ആ രീതി സംസാരിക്കണം. സെക്യൂരിറ്റി ഒക്കെ നമ്മുടെ നൈസ് പണി കൊടുക്കണം. കോടത്തിലേക്കാ എന്റെ അല്ലേ 8516 എന്താ 8516 എന്റെ മൊബൈല് സ്വിച്ച് ഓഫ് ആയി പോയി. അവൻ സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നു. അപ്പൊ കോടം കടിച്ചാൽ വരുമല്ലോ. നിനക്ക് എന്തിന്റെ അസുഖം എനിക്ക് അറിയാൻ വേണ്ടി സുധി ഒന്ന് പറഞ്ഞു കൊടുക്കും. കഷ്ടമുണ്ട്. ഒന്നുമില്ല, എന്റെ മൂത്ത മോടെ പ്രായമല്ലേ. സുഹൃത്ത് ജീവിക്കാൻ പറ്റുവാണ്, ജീവിക്കാൻ. ഞാൻ ഒരു കേസ് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ HMA ബാങ്കിലെ മാനേജർ വല്ലതും പരിചയമുണ്ടോ? പരിചയം ഉണ്ടെന്നാ? ഞാൻ അവിടെ അല്ലായിരുന്ന 3 വർഷം. അവസാനം പുള്ളിയുടെ മൊബൈൽ അടിച്ച് മാറ്റുന്ന പറഞ്ഞ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പുള്ളി മൊബൈലെ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെന്നും പറഞ്ഞ് പുള്ളി എന്നെ പറഞ്ഞു വിടുമായിരുന്നു. എനിക്ക് പരിചയം. പുള്ളിയുടെ ഫോൺ ചേട്ടന്റെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത്. ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ കാര്യം? അത് വേറെ ഒന്നുമല്ല ചേട്ടാ, ഞാൻ ആ ബാങ്കിൽ ഞാൻ ഒരു ലോണിന് അപേക്ഷിച്ചായിരുന്നു. അപ്പൊ സെക്യൂരിറ്റി കെട്ടണമെന്ന് പറഞ്ഞു. ചേട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ നിൽക്കുക, ഞാൻ ചേട്ടനെ അവിടെ കെട്ടിവെക്കുന്നു, എനിക്ക് അവിടെ നിന്ന് കാശ് തരുന്നു, ഞാൻ മാന്യോട്ട് പോകുന്നു. നിങ്ങൾ എന്തും ഭാവിച്ചോണ്ട് എന്റെ സാബു ഒന്ന് പറഞ്ഞോളൂ, ജീവിക്കാൻ വേണ്ടി. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ ഇവിടെ നമ്മളെ ഈ ഏരിയയിലെ പട്ടിയോ കള്ളനോ വല്ലതും കയറിയായിരുന്നു. ഇന്നലെ കള്ളങ്കരം വഴിയില്ല, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഫുൾ ടൈം ഉണ്ട്. ഇന്നലെ കള്ളങ്കരം വഴി രാത്രി മൊത്തം വിസിലടിയായിരുന്നു. എന്തിനായിരുന്നു ഇത്രയും വിസിലടിക്കുന്നത്? ഇന്നലെ രാത്രിയില്ല, അതിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അറിഞ്ഞു. ഞാൻ അത് വിസിലടിച്ചല്ല, പിന്നെ വിസിൽ വായു വെച്ച് ഉറങ്ങിപ്പോയതാ. അത് വായു വെച്ച് ഇങ്ങനെ കൂർക്കം വലിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. ഇനി മേലെ അത് സംഭവിക്കില്ല. ഞാൻ ഇതിന് മാറ്റി വെച്ചിട്ട് ഉറങ്ങും. പിന്നെ വേറൊരു കാര്യം ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാം. ഇവിടെ വരുന്ന ഗസ്റ്റുകളോടോ വിനയ സാറിനോടോ ഒന്നും മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ഞാൻ അത് സമ്മതിക്കത്തില്ല. ചിത്രശീല അയ്യോ എന്താ ഇപ്പൊ കേട്ടെ? എന്താ പറഞ്ഞല്ലോ? ചിത്രശീല എന്താ അത്? രാഗം ലയം എന്ത് എന്തോ ഏതോ ഒരു ജൽപ്പനം അല്ലാതെ എന്താ രസമായിട്ടാ ചേട്ടൻ പാടുന്ന ഇത്? അയ്യോ ഇല്ലല്ലോ, ഞാൻ പാടുന്ന ഞാൻ പാടില്ല. പാടാം നമുക്ക്. ഞാൻ പാടില്ല. നന്നായിട്ട് പാടുന്നുണ്ട്. ഇല്ല, ഞാൻ പാടാറില്ല. എന്തൊക്കെ ഇയാള് പാടണം.
അയ്യോ ഇല്ല, ഞാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ. ഇയാള് പാടണേ correct. ഞങ്ങൾ എന്തായാലും കളിയാക്കെങ്കിലും ക്ഷമിക്കണം. ഇത്രയും കലാവാസനയുള്ള ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പാടാത്തോണ്ട കാതംബരി. ഇപ്പൊ ഞാൻ പാടില്ല. ഈ ഫ്ലോറിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് പാടാതെ പോയി കഴിഞ്ഞാൽ ജനം അറിയാതെ പോകരുത് ഇങ്ങനെ കലാകാരനെ. ഞാൻ പാട്. ഒറ്റ സെക്കൻഡ് ഞാൻ ഞാൻ പാടില്ല. അയ്യോ നന്നായിട്ട് പാടുന്നുണ്ട്. അല്ല സംഭവം എന്താ, ഈ ഫ്ലോർ കയറി പാടി ആ വിനയ സാറിനൊക്കെ പിടിക്കത്തില്ല. ഞാൻ നമ്മളൊരു സെക്യൂരിറ്റിക്കാരൻ ഇനി ഒരു സത്യം പറയട്ടെ. പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ മുസ്തഫ കേൾക്കില്ല, നിങ്ങളായിട്ട് പറഞ്ഞ് എങ്ങനെ പാടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു. എനിക്ക് അപ്പോഴേ അറിയാം എന്നോട് ഈ ദേഷ്യമൊക്കെ ഉണ്ടായി, എന്നെ സ്നേഹമൊക്കെ എനിക്കറിയാം. ഇനി വരട്ടെ, നീ സിമ്പിൾ ഒന്നും പറഞ്ഞു ഞാൻ പാടില്ല. ഹാരി പൂരാടി വരട്ടെ. ഇപ്പൊ ഇതാ ഈ എപ്പിസോഡിലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടൈമിൽ ചേട്ടനെ ഫോൺ ചെയ്യും. അപ്പൊ മുസ്തഫ വന്നിട്ട് ഓരണം അങ്ങോട്ട് കാച്ചി വിട്ടേക്കാം. ഗസ്റ്റ് ഒക്കെ നിൽക്കുമ്പോ അത് ബുദ്ധിമുട്ടാവും. ഗസ്റ്റ് ഒക്കെ ഞെട്ടണം. വിനയ് പോത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോ സിനിമയിലേക്ക് ഒരു വഴിത്തിരിവ് ആവും. ഞാൻ വരും. നല്ലൊരു പാട്ട് വന്ന് പാടണം. ഞാൻ വിളിച്ചോളാം കേട്ടാ. പാട്ടം സെലക്ട് ചെയ്തേക്കണം, നല്ല സ്ഥലം. ഓഡിയൻസിനെ ഒന്ന് ഇളക്കി മറിച്ച വിഷയമില്ലല്ലോ. മറ്റേ ഇതറിയാമോ നിങ്ങൾക്ക്? പ്രമോദവനം നിങ്ങൾ പിടിക്കുമോ? പിന്നെ ഞങ്ങൾ പിടിച്ചോ. അത് പിടിക്കണോ? അതാണ് പിടിക്കേണ്ടത്. അല്ല, ഞാൻ വേറെ പിടിക്കുന്നത്, നിങ്ങളത് പിടിച്ചോ ഇല്ലെന്ന് അറിയാനായിട്ട്. ഓക്കെ, ഒരു മിനിറ്റ്. Good evening and welcome to Comedy Super Night 2 powered by Juga Jewelry. എന്താ ഈ വേഷത്തില്? ബോറൊന്നുമില്ല, ഞാനോർത്ത് കോട്ടക്കെട്ട് വരുമെന്ന്. അതല്ല ഞാൻ ഇത്രയും പ്രിപ്പയർഡ് ആയി കോട്ടക്കെട്ട് വന്ന്. നമ്മൾ കുറേ നാളുകളായി തുടർച്ചയായി ഈ കോട്ടും തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ട ആളുകളെ വെറുപ്പിക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, ഇന്ന് കുറച്ച് സിമ്പിൾ ആയിട്ട് വരാന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഈ ഉടുപ്പ് നന്നായിട്ടുണ്ട്. അതെയാ? ഒറ്റ ലുക്കിൽ പുള്ളിമാനെ പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞ് ആളുകളെ കൂടുതൽ വെറുപ്പിക്കുന്നതിൽ നല്ലത് ഇന്ന് നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മളോടൊപ്പം പരീത് ഭണ്ഡാരി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ സ്വഭാവ നടൻ ഷാജോൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. So let's welcome Glamorous ഷാജോൻ. ചേട്ടാ, അപ്പോ എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സിനിമ റിലീസ് ആവാൻ പോകുന്നു. പരീത് ഭണ്ഡാരി എന്നാണ് നമ്മുടെ സിനിമയുടെ പേര്. അപ്പൊ ഈ പരീത് ഭണ്ഡാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നിയത് എന്താണ് ഈ ഭണ്ഡാരി എന്ന് പറയുന്നത്? ഭണ്ഡാരി എന്ന് പറഞ്ഞാല് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ആളാണ്. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു വിഭാഗം ആൾക്കാരുണ്ട് മുസ്ലിം സമുദായത്തിലൊക്കെ ഉള്ള. അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് ഭണ്ഡാരി എന്ന് പറയുന്നത്. അപ്പൊ ഈ പരീത് എന്ന് പറയുന്ന ആൾക്ക് ഈ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ്. അപ്പോൾ ഈ പരീത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഹൗവാബി എന്ന് പറഞ്ഞ ഭാര്യയുണ്ട്, 3 പെമ്മക്കളാണ്. അപ്പോൾ ഈ കഥയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ പരീത് എന്ന് പറയുന്ന ആള് ഒരല്പം വിരൂപനാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ തെരഞ്ഞെടുത്തു എന്നല്ലേ വിനയ് പറയാൻ വന്നത്. ആ വിനയ് പറയാൻ വന്ന കൗണ്ടർ ഒരിക്കലും ഇല്ല. കൗണ്ടർ ഞാനങ്ങ് അടിച്ചതേ ഉള്ളൂ.
വിരൂപന്മാരെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ ചേട്ടൻ ആപ്റ്റ് ആയതുകൊണ്ടും അല്ലെങ്കിൽ അത്ര ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം ചേട്ടന് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. അതായിരിക്കാം അതിലൊക്കെ നമുക്ക് പിന്നീട് പറയാം. എന്തായാലും വിരൂപനായിട്ട് ഇതിന്റെ ഡയറക്ടർ എന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഫസ്റ്റ് ലുക്ക് തന്നെ ഉഗ്രനായിട്ടുണ്ട് ഈ പടത്തിന്റെ. ഇത് കൊമേഴ്ഷ്യലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പരീത്, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഹവാബി, അത് ആ ക്യാരക്ടർ ചെയ്ത സജിത മഠത്തിൽ, അതെല്ലാവർക്കും അറിയാം. പിന്നെ 3 പെമ്മക്കളാണ്. അപ്പോൾ ഒന്ന് ആദ്യത്തെ മോളായിട്ട് രശ്മി സതീഷാണ്. രശ്മി സതീഷ് ഒരു സിംഗർ കൂടിയാണ്. 22 FKയിലൊക്കെ നല്ല ക്യാരക്ടർ ചെയ്ത ആക്ട്രസ്സാണ് അവർ. പിന്നെ കബിനി എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആക്ട്രസ് ഉണ്ട്, അവരാണ് 2ാമത്തെ മോളായിട്ട് അഭിനയിച്ചുള്ളത്. 3ാമത്തെ മോള് അൻസിബയാണ്. അപ്പോൾ ഈ മൂത്ത 2 പെൺകുട്ടികൾക്കും ഈ ബാപ്പാടെ ഒരു വൈരൂപ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായല്ലേ? അപ്പം ഇവർ സാധാരണക്കാരാണ്, പൈസ ഇല്ല. അപ്പം പൈസയും ഇല്ല, ആ കൂട്ടത്തിൽ സൗന്ദര്യവും കൂടി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതിപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽ ഈ മുസ്ലിംസിനിടയിൽ മാത്രമല്ല എല്ലാ സാധാരണക്കാർക്കിടയിലും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്ര സീരിയസ് ആയിട്ടൊരു വിഷയമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ഡയലോഗ് കഴിഞ്ഞാൽ 10 മിനിറ്റ് പട്ടികൊര ചീവിടില്ല, അതൊന്നുമില്ല. നല്ല ഫാസ്റ്റാക്കി ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ എല്ലാ ചേരുവകളോടും കൂടി തന്നെയാണ് ഇത് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കപ്പിലുള്ളതാണെന്ന് പറഞ്ഞാലും ക്യാമറ ഫൈസൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ക്യാമറമാൻ തന്നെയാണ് അത് സിനിമയിൽ. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജെയിംസ് വസന്ത് എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യപുരം സിനിമയുണ്ടല്ലോ, അതിലെ മ്യൂസിക് ചെയ്ത ജെയിംസ് വസന്താണ് ഇതിൻ്റെ മ്യൂസിക്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ സുബ്രഹ്മണ്യപുരത്തിൽ കൺകൾ ഈരണ്ടാൾ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് പാടിയ ബെല്ലി രാജ്, അദ്ദേഹം ഇതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറും കൂടെയാണ്. ഷൈബിൻ ആൻഡ് ബെല്ലി രാജ്, ഇവർ 2 പേരുമാണ് പ്രൊഡ്യൂസേഴ്സ്. അതിൽ ബെല്ലി രാജ് ഡയറക്ടറിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഗഫൂർ ഇല്യാസ് എന്ന് പറയുന്നൊരു പുതിയ പയ്യനാണ്. 27 വയസ്സുള്ള സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സിനിമ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. എനിക്ക് ഒരുപാട് 100% എനിക്ക് വിശ്വാസമുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കുമെന്ന്. ഈ സിനിമ തിയേറ്ററിൽ വരുമ്പം പോയി കാണില്ലേ? താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. നമ്മള് നെയ്ബേഴ്സും കൂടെയാണ്, ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതിൽ ഒരുപാട് സന്തോഷം. പുതിയ ഈ കോമഡി നൈറ്റ്സ് 2 ഞങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴെല്ലാം കാണാറുണ്ട്. നല്ല അവതരണമാണ് നിങ്ങളുടെ 2 പേരുടെയും. നല്ല പവർഫുള്ളായിട്ട് വരുന്നുണ്ട്. സിമ്പിളാണ് അല്ലെങ്കിൽ പവർഫുള്ളായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെ മ്യൂസിക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ ഈ ഷോ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ, ഞാൻ കാണുമ്പം നിങ്ങളടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് 22 വർഷമായിട്ട് ഞാൻ തബലയൊക്കെ വായിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് മിമിക്രിയിലോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ചെയ്താണല്ലോ, ഈ മിമിക്രിയിൽ നിന്നാണല്ലോ ഈ സിനിമയിലോട്ട് വന്നത്. തബല തുളച്ചോണ്ട് അവിടെ ഇരുന്നാ പോരെ. ചീത്തയാക്കണോ സാബുവേ? ഇത് തന്നെ ശരിയാവുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചില്ലല്ലേ. അല്ല, തബല എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇവിടെ തബലയുണ്ട്. സമയമാകുമ്പോ എടുത്ത് വെക്കാം, ആ ടൈമിൽ എടുത്താൽ മതി. എല്ലാ സമയത്തെ ചെയ്യുള്ളൂ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് എല്ലാ സമയത്തും. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. സാബു ചേട്ടൻ നന്നായി വായിച്ചുകൊണ്ട് തബല അവർ പിടിച്ചു വെച്ചു. കമ്മിറ്റിക്കാർ പിടിച്ചു വെച്ചു. പടയ്ക്ക് വേറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുറകെ വരും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, നമ്മൾ എടുത്തു പറയാവുന്ന താരങ്ങളൊന്നും ഇല്ലാണ്ട് ആ സിനിമ വേറൊരു തലത്തിലെത്തി, വേറൊരു സക്സസ് കിട്ടി. അതുപോലെ തന്നെ ഈ പരീത് ഭണ്ഡാരിക്കും വേറൊരു തലത്തിലേക്ക് എത്തട്ടെ. ചേട്ടൻ്റെ ആക്ടിങ് കരിയറിൽ ഇപ്പോൾ ദൃശ്യത്തിന് ശേഷം ഒരു എന്താ പറയുക, ഒരു കിക്ക് റോൾ ആവട്ടെ. താങ്ക് യു. അതിനാണ് പ്രതീക്ഷ. തിയേറ്ററിൽ വരുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ജൂലൈ 24-നാണ്. ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചൊന്ന് പറയുക, കാണാൻ പറയുക. അതുപോലെ ഒരു നല്ല സിനിമയ്ക്കൊപ്പം നിൽക്കുക. നല്ല സിനിമയാണെങ്കിൽ മാത്രം എല്ലാ സിനിമകളെയും സപ്പോർട്ട് ചെയ്യുക. മോശം സിനിമ ഒരിക്കലും കാണണമെന്ന് ഞങ്ങൾ ആരും നിങ്ങളെ നിർബന്ധിക്കില്ല. നിങ്ങൾ കാണത്തില്ല. എന്തോ ഈ 30 വയസ്സിലും 65 വയസ്സിലും എല്ലാ സിനിമയിൽ ത്രൂ ഔട്ട് വിരൂപനായിട്ടല്ലേ? 65 വയസ്സാണ് കൂടുതൽ. 30 വയസ്സ് തുടക്കം കുറച്ചേ ഉള്ളൂ. ആ പടം ഉറപ്പായിട്ട് 100 ദിവസം ഓടിയിരിക്കും. അതെന്താണ്? ഈ ഫിഗറിലല്ലോ. ഈ ഫിഗറല്ല, മാറ്റമുണ്ടല്ലോ. ചെറിയൊരു പണി എടുക്കാം. അപ്പൊ ഈ ഫിഗർ അത്ര പോരാന്നാണ്. ഹലോ മുസ്തഫക്ക, ഇപ്പൊ വരാൻ പറ്റിയ ടൈമാ. പെട്ടെന്ന് വാ, ഓടിവാ പെട്ടെന്ന് വാ. അവിടെ തന്നെ പാടിക്കൊണ്ട് പോരാ, കുഴപ്പമില്ല. താങ്ക് യു സാർ, വലിയ ഉപകാരം. എന്താ കാര്യം? അല്ല, എന്നാലും മോശം അന്വേഷിച്ചു. കാരണം ഞാൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പാട്ട് ഇറക്കി. ഞാൻ ആരോട് പറഞ്ഞു? അവര് പറഞ്ഞല്ലോ, സാറ് പറഞ്ഞു ഞാൻ നന്നായിട്ട് പാടും. എടോ, ഇത് ഫ്ലോർ ആണ്, വന്നിരിക്കുന്ന ഗസ്റ്റ് ആണ്. നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വേഷം കിട്ടുന്നു. അല്ല, സാറ് പാടാൻ പറഞ്ഞില്ല. കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ എടുത്തോളാം, അത് വിഷയമല്ല.
എനിക്കൊരെണ്ണം കിട്ടാതെ കിട്ടി നിങ്ങൾ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് പാടിക്കൊണ്ട് വരുമെന്നൊക്കെ എന്റെ ഉമ്മിച്ചോ ഇത് കള്ളത്തരം പറയാം സാറേ. അവര് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഞാനല്ല വരുമോ സാറ് അവരോട് പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞത്. നിങ്ങളെ പാട്ട് പാടി ഗേറ്റിന്റെ അവിടെ എവിടെയെങ്കിലും പോയി പാട്. ഗേറ്റിന്റെ അവിടെ എവിടെയെങ്കിലും പോയി നീ നിന്റെ വീട്ടിൽ പോയിരുന്നു ഗിറ്റാർ വായിരുന്നു. സെക്യൂരിറ്റി ആയി കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യാം. സോറി സാർ, ഞാൻ ഒരു സോറി സാർ, ഞാൻ ആവർത്തിക്കത്തില്ല. കയറി വരുമോ? സോറി സാർ, സോറി സാർ. ഒരു ഒറ്റ വാക്ക് ഞാൻ അദ്ദേഹത്തോട് ഒരു വാക്ക് ഞാനത്. നമസ്കാരം, ഞാൻ സെക്യൂരിറ്റിയാണ് മുസ്തഫ. പൊളിക്കും. ഞാൻ മറ്റേ സിനിമ കണ്ടായിരുന്നു, ഉറുമ്പുകൾ ഉറങ്ങാറില്ല. അസാധ്യം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം എന്ത് വില്ലനല്ലേ, അതുപോലെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മാഫിയ ചേച്ചി പോലും ഇത്രയും വലിയ വില്ലൻ, അത്രയും വില്ലൻ. പക്ഷെ എന്ത് വില്ലനായിട്ട് എന്ത് കാര്യം, അവസാനം ഉറുമ്പ് കടിച്ചല്ലേ ചാവുന്നേ. അത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. മുസ്തഫ മുസ്തഫ കേറി പോടാ മുസ്തഫ, ഇനി മേലാൽ ഇവിടെ കാണല്ലേ. ഉണ്ടോ ഇതുപോലുള്ള അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ അല്ലേ? ചേട്ടാ ഇപ്പൊ നല്ലതായിട്ട് പാടിയല്ലോ, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ പ്ലീസ്? അതാ ഞാൻ മുസ്തഫേനെ ഒന്ന് ഓടിക്കാൻ വേണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ പാട്ടാണ്. മുസ്തഫയെ ഓടിക്കാൻ ഇത്രയും നല്ലതായിട്ട് പാടിയെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാ ഇവിടെ ഒരു അടിപൊളി സംഭവം. ഇതിന്റെ പിറകിലൊരു സാധനം നമുക്ക് മനസ്സിലായി. അതായത് ഗ്യാപ്പിൽ കയറി മറ്റേ ഷാൻചേട്ടൻ അത്യാവശ്യം നന്നായി പാടി. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് പാടാൻ ആവശ്യപ്പെടുമല്ലോ. മനസ്സിലാക്കി കറക്റ്റ് അല്ലേ അത്? അതെ, കൈയടിക്കാമെങ്കിൽ പാടാം. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം, നീ എന്റെ കരളല്ലേ. രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകേ. പകലിന്റെ മടിയിൽ മിഴി തുറന്നാൽ രാവെത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എന്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ തന്നാനേ താനെന്നേ, താനേ തന്നേ തന്നാനേ താനെന്നേ. ചെട്ടിക്കുളങ്ങര ഭരണിക്ക് പോകാം, പൂരപ്പറമ്പാകെ തട്ടിമുട്ടി നടക്കാം. താനേ തന്നേ തന്നാനേ താനെന്നേ. ചേരുള്ള കല്ലുള്ള മാലകൾ വാങ്ങാം, കണ്ണാടി വളവിൽക്കും കടയിലും കേറാം. താനേ തന്നേ തന്നാനേ താനെന്നേ. കണ്ണോട് കണ്ണോരം നോക്കിയിരിക്കാം, കാതോട് കാതോരം കഥകൾ പറയാം. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ തന്നാനേ താനെന്നേ, താനേ തന്നേ തന്നാനേ താനെന്നേ, താനേ തന്നേ തന്നാനേ താനെന്നേ, താനേ തന്നേ തന്നാനേ താനെന്നേ. താങ്ക് യു. ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയൂട്ടോ, ഈ സിനിമകള് ആർട്ട് സിനിമ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കേണ്ട കാര്യമില്ല അല്ലെ. സിനിമ എപ്പോഴും നല്ല സിനിമ അല്ലെങ്കിൽ നല്ലതല്ലാത്ത സിനിമ. ഇപ്പൊ നമ്മൾ പരീത് ഭണ്ഡാരിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും, എന്തിനു നമ്മൾ ഇത്ര ബിൽഡപ്പ് കൊടുക്കണു എന്നുള്ളതിന്റെ. അതിന്റെ ഒരു ഉത്തരം നമുക്ക് കൊടുത്താലോ? എന്താ അത്? നമുക്ക് ഈ LED സ്ക്രീനിൽ കാണാം. അതെ, ഓക്കെ. പല്ലൊക്കെ മൊത്തം മാറ്റിയല്ലേ? പല്ല് സെപ്പറേറ്റ് വെച്ചായിരുന്ന? പല്ല് മാറ്റി. മാറ്റിയാ. പല്ല് നമ്മൾ വേറെ വെച്ചു, ഈ പറഞ്ഞ പോലെ ലെൻസ് ഇത് വെച്ചു. പിന്നെ നമുക്ക് ഒരുപാട് മുടിയുള്ളതുകൊണ്ട് അതൊക്കെ വെട്ടിയൊന്ന് ഒതുക്കി. അവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതിൻ്റെ മേക്കപ്പ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ മനോജ് അങ്കമാലിയാണ് ഇതിൻ്റെ മേക്കപ്പ്. അപ്പോൾ മനോജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുധാകരൻ പെരുമ്പാവൂർ, അതുപോലെ തന്നെ സുധി കട്ടപ്പന, ഇവർ രണ്ടുപേരുമായിരുന്നു ത്രൂ ഔട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 പേർക്കും ഒരു പ്രത്യേക നന്ദി. ഈ പരീതിനെ ഇങ്ങനെ ആക്കിയെടുത്ത 3 പേർക്ക് ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമ വിശേഷങ്ങൾ പറഞ്ഞു. ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ പ്രിയ ഷാജുനോട് ചോദിക്കും. അതെ, പ്രിയ എന്നോട് ചോദ്യം ചോദിക്കാൻ 5 ചോദ്യങ്ങൾ. അതിന്റെ 5 ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ചോദ്യത്തിന്
ഒരു ഉത്തരം നമ്മൾ അങ്ങോട്ട് പറഞ്ഞുതരാം. കോമഡി സൂപ്പർ നൈറ്റ് എന്നാണ് അതിന്റെ ഉത്തരം. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ ചോദ്യത്തിന്റെ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയേണ്ടത്. പ്രിയ എന്താണ് ആദ്യം ചോദിച്ചത്? അതിന്റെ ഉത്തരം പറയണം. കുഴക്കാനുള്ള പരിപാടിയല്ലേ? അപ്പോ നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാം അല്ലേ? ബിരിയാണി തന്നെ ഉണ്ടാക്കാം. ശരി, ബിരിയാണി. ഓക്കെ, അപ്പൊ നമുക്ക് 5 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കാൻ പോവാണേ. റെഡി? റെഡി. എന്താണ് പേര്? കോമഡി സൂപ്പർ നൈറ്റ്. ഓക്കെ ഓക്കെ. വഴിയിൽ നിന്ന് സ്ത്രീകളെ കമന്റ് അടിക്കുന്നത് ആര്? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കലാഭവൻ ഷാജോൺ. നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മറ്റേ പോവാല്ലേ? സത്യം 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 പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുക, ഷാജോൻ ചേട്ടൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ ചോദ്യം, വെള്ളത്തിലും കരയിലും വളരുന്ന ജീവി. വെള്ളത്തിലും കരയിലും. അപ്പൊ ഇതിന് വീട്ടിൽ വിളിക്കുന്ന ഷാജോൺ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം, കണ്ണാടിയിൽ നോക്കുമ്പോ തോന്നുന്ന രൂപം. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി. തവള. തവള. ഇത് കലക്കി. ഇത് ആരുടെ കണ്ടുപിടുത്തമാണെങ്കിലും വളരെ നന്നായിരിക്കുന്നു. പ്രിയ അത് ഉഗ്രനായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊള്ളാം. അതുമാത്രമല്ല ഷാജോൻ ചേട്ടൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സത്യം വിളിച്ചു പറഞ്ഞു. ഈ പൂവാലെന്ന് പറഞ്ഞപ്പോ മുഖത്ത് നല്ലൊരു പ്രശ്നം. എന്താ എനിക്കത് ചോദിക്കണം, എന്താ സംഭവം? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ചേട്ടന്റെ മറ്റേ ആ സത്യം പറയാനുള്ള ഒരു മനസ്സിനെ അംഗീകരിച്ചാണ്. താങ്ക് യു. ഓക്കെ. ഇതിനു മുമ്പുള്ള പരിപാടികളെ കാണുമ്പോൾ, ചേട്ടൻ വരുന്ന TV പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ചേട്ടൻ ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഞാനും അനുകരിക്കാറുണ്ട്. അതല്ലേ? അപ്പൊ നമ്മുടെ കാണികൾക്ക് വേണ്ടിയിട്ട് പ്രണങ്ങടെ പഠിച്ചാലോ? ഞാനൊന്ന് ശ്രമിക്കാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ വന്ന് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നുള്ളത് ഞാൻ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം. ഓക്കെ. എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വന്ന് എല്ലാം അവസാനമായപ്പോഴേക്കെല്ലാം വഴിയെ പോകുന്ന എല്ലാം എൻ്റെ തലയിലേക്ക് വെക്കാനുള്ളൊരു വ്യഗ്രത എല്ലാവരും കാണിച്ചു. ഇനിയിപ്പം ഒരു കാര്യം കൂടിയേ എൻ്റെ തലയിലേക്ക് വരാനുള്ളൂ. അത് ബാഹുബലി സിനിമയിൽ ബാഹുബലിയെ കൊന്നത് കട്ടപ്പയല്ല, ഉമ്മൻചാണ്ടിയാണെന്നും കൂടിയേ ഇനി വരാനുള്ളൂ. മിക്കവാറും ഉടനെ അതും എൻ്റെ തലയിലേക്ക് വരും. എല്ലാം ഏറ്റുവാങ്ങാൻ ഈ ഉമ്മൻ്റെ ജീവിതം ഇനിയും ബാക്കി. ഗസ്റ്റിനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. കാര്യം നിങ്ങൾ ഈ മറ്റേ കമ്മിറ്റിക്കാർ ഓടിച്ചിട്ട് തല്ലുന്നതിന്റെ പ്രശ്നം ഇതാണ്. ഒരു തവണ തബല വായിച്ച് നന്നായില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തണം. പിന്നെ ഞാൻ തന്നെ കൊട്ടിക്കോളാം. പാട്ട് കിടക്കല്ലേ? വീണ്ടും പാട്ട് കിടക്കല്ലേ? മൂടി വെച്ചിട്ട് കൈക്ക് വേദനയാണെന്ന് പറഞ്ഞിരുന്നേക്കുക. പാട്ടുകാർക്ക് ഒരേ നിർബന്ധം, ഞാൻ തന്നെ തബല വായിക്കണം, ഈ ശ്രുതി തന്നെ വയലിൻ വായിക്കണം എന്ന് ഒരേ നിർബന്ധം. അതാണ് വിഷയം. ഓക്കെ. അപ്പൊ എന്തായാലും തൽക്കാലം ഇനി അടുത്ത ഷോയ്ക്ക് വരുമ്പോ ഇനി അല്ല എന്നാ ഉമ്മൻചാണ്ടി ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ്റെ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കോമഡി സൂപ്പർ നൈറ്റ് 2 കലാകാരന്മാരുടെ കുറച്ച് ചിരി വിശേഷങ്ങൾ നമുക്ക് കാണാം. തീർച്ചയായിട്ടും കാണണം അല്ലേ? തീർച്ചയായിട്ടും കാണണം. ഓക്കെ. അയ്യോ എന്റെ പൊന്നോ. അതെ, എങ്ങനെയുണ്ടായിരുന്നു കോമ്പയറിംഗ്? എങ്ങനെയാ? ബോംബേർ അല്ല, താൻ എവിടുത്തെ പോലീസാണോ? കോമ്പയറിംഗ് ആ പെൺകുട്ടിയുടെ കിടക്കനാട്ടാ. അടിപൊളിയായിരുന്നു. സൂപ്പർ. പെണ്ണിനെ ഇഷ്ടായ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കും. അടിപൊളി സുന്ദരി പെണ്ണല്ലേ. ഇവിടെ നീ കോമ്പയർ ചെയ്യണ ലൈവ് കാണണം, TV കാണാതെ. ആ ലൈവ് അവിടെ വന്ന് സ്ഥിരം കാണും. ഇന്ന് അവിടെ നിന്നു എന്ത് പെർഫോമൻസ് ആണ് ആ പെണ്ണിന്റെ. അല്ല, ഞങ്ങളെ പെണ്ണ് കാണാൻ കൊണ്ടുപോകാന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ബ്രോക്കർ അല്ലേ? അതെ. അതായത് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഈ കോമ്പയറിംഗ് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട? അതൊക്കെ എനിക്ക് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടാണ്. ദുബായ് സെറ്റിൽഡ് ആണ്. ആണോ? പിന്നെ അവരുടെ ഫാമിലി. അതെ. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നീ എനിക്കൊരു പാസ്പോർട്ട് എടുത്തു തരിക. ഞാൻ നേരെ ദുബായിലേക്ക് പറക്കുന്നു. അവിടെ ചെന്ന് ആ പെണ്ണിന്റെ അച്ഛനോട് സംസാരിക്കുന്നു. നീയും അവളും തമ്മിലുള്ള കല്യാണം ഞാൻ ഓക്കെ ആക്കി പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. എങ്ങനെ ഉണ്ടാവും?
എന്റെ ചെലവിൽ അങ്ങനെ താൻ ദുബായിക്ക് പോകണ്ട. അല്ല ഇപ്പൊ പെണ്ണ് ആ ഐഡിയ തന്റെ മനസ്സിലിരിക്കും. പെണ്ണ് കിട്ടണ്ടേ നിനക്ക്? എനിക്ക് പെണ്ണ് കെട്ടണം, പക്ഷെ ഈ പെണ്ണിനെ വേണ്ട. ആ കുഴപ്പം. എടാ, ഒരു 10,000 പെണ്ണിനെ ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ കെട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അവൻ കെട്ടിയിട്ടില്ലെന്ന് ഈ കഴിഞ്ഞ ദിവസം 12 ഭാഷ സംസാരിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചു തന്നില്ലേ? എടോ, എനിക്ക് കെട്ടേണ്ടത് ഒരു ഭാഷാ സഹായനല്ല, എനിക്ക് വേണ്ടത് ഒരു ഭാര്യനെയാണ്. 12 ഭാഷ സംസാരിക്കും. എടാ 12 ഭാഷ സംസാരിക്കുന്ന പെണ്ണെ കെട്ടിയെന്താ കുഴപ്പം? ഇയാൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ആ പെണ്ണ് കണ്ടതാണ്. ആ പെണ്ണ് ഹിന്ദി, ഉറുദു, തമിഴ്, കർണാടക, ഒറിയ. തെറിയല്ല, ഒറിയ ഭാഷ. 12 ഭാഷ സംസാരിക്കും. പക്ഷെ മലയാളം മാത്രം സംസാരിക്കൂല. എനിക്ക് ആകെ അറിയാവുന്ന മലയാളമുള്ളൂ. ഇടാ നല്ലതല്ലേ? ഇവന് മലയാളം അറിയാല്ല, ആ പെണ്ണിന് മലയാളം അറിയാനും പാടില്ല. എടാ ഭാര്യയും ഭർത്താവും ഇപ്പോ 2 ഭാഷ സംസാരിക്കണം നല്ലത്. പരസ്പരം മനസ്സിലാക്കുകയല്ല. മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി ആ ലൈഫ് നീണ്ട അങ്ങോട്ട് പോകും. പരസ്പരം മനസ്സിലാക്കാനല്ല, കോളമായി പോകും. ആ പിന്നെ അതല്ലേ നല്ലത്. ഇയാൾ എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി അണ്ടോട്ട്. എടാ നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അവര്. ഭയങ്കര പാരമ്പര്യമുള്ള കുടുംബമാണ്. പെണ്ണിന്റെ അച്ഛന്റെ പേരിൽ സിമെന്റ് കമ്പനി ഉണ്ട്. അത് മാത്രമല്ല അവർക്ക് 10-12 വണ്ടിയുണ്ട്. ഞാൻ അവിടെ പോയി നോക്കിയിട്ടുണ്ടല്ലോ, ഒന്നും കണ്ടില്ല, വെറുതെ നോണേയിരുന്നു. എന്റെ ദൈവമേ, ഇതുവരെ ഞാൻ കള്ളം പറഞ്ഞൊരു കല്യാണം നടത്തിയിട്ടില്ല. താൻ എന്നോട് പറഞ്ഞിട്ടോ പെണ്ണിന്റെ അച്ഛന്റെ പേരിൽ സിമെന്റ് ഫാക്ടറി ഉണ്ടെന്ന്? ഉണ്ടല്ലോ. പെണ്ണിന്റെ അച്ഛന്റെ പേരെന്താ? ശങ്കർ സിമെന്റ്. ഇല്ലേ? ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം അങ്ങ് പോട്ടെ. പിന്നെ 10-12 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ചെന്ന് കണ്ടു നോക്കിയപ്പോണ്ടല്ലോ, മുറ്റത്തൊരു പെട്ടിയോട്ടത്ത് തുരുമ്പെടുത്ത് കിടക്കണം. ആ വണ്ടിയുടെ നമ്പർ എത്ര? 10-12. അതാണ് 10-12 വണ്ടി എവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അല്ല ഞാൻ ഇതുവരെ ഒരു കള്ളം എന്റെ കൂടായ്പ തരികിടൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പെണ്ണ് കെട്ടണമെങ്കിൽ ഞാനൊരു എസ്ഐനെ, വനിതാ എസ്ഐനെ പെണ്ണ് കിട്ടുള്ളൂ. എനിക്കറിയാമോ എന്റെ കാര്യങ്ങൾ എന്താണ്. എന്റെ അച്ഛന്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നേരം എസ്ഐ ആവണമെന്ന്. ആര്? എന്റെ അച്ഛന്. അച്ഛനാ? തൂമ്പാ പണിയെടുക്കുന്നത് ആവശ്യമായിട്ട് എസ്ഐ ആവണം. അച്ഛനാവാൻ പറ്റിയില്ല, പുള്ളി പഠിച്ചില്ല. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, മകനെ എനിക്കാവാൻ പറ്റിയില്ല, നീയെങ്കിലും ഒരു എസ്ഐ ആവണോടാന്ന് പറഞ്ഞു. അച്ഛന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ പഠിച്ചു. ഞാനും ഒരുമിച്ച് ടെസ്റ്റിന് പോയി. സംഭവം ഇത് അതിനകത്ത് കോൺസ്റ്റബിൾ ആയി പോയി. പകുതിയെ ഞാൻ പഠിച്ചുള്ളൂ. കോൺസ്റ്റബിൾ ആയി പുള്ളി കോൺസ്റ്റബിൾ ആയി. അങ്ങനെ ഞാൻ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. ഫിസിക്കൽ ടെസ്റ്റിൽ പൊളിഞ്ഞു പോയി. ഫിസിക്സിന് തോറ്റു കഴിഞ്ഞാൽ പിന്നെ തോറ്റി. ഇയാൾ എവിടുത്തുകാരനോട് എടോ ഫിസിക്കൽ ടെസ്റ്റ്, അതായത് ശാരീരിക ക്ഷമത, ഓട്ടം ചാട്ടം റോപ്പേ കയറ്റം, ഇതൊക്കെയാണ്. എല്ലാത്തിലും ഞാൻ ജയിച്ചു. പക്ഷെ നെഞ്ചളവ് പിടിച്ചപ്പോ 3 ഇഞ്ച് കുറവായിരുന്നു. അത് പറയും. അമ്പലപ്പറമ്പിട്ട് ഇവനെ ഇടിച്ച് കൂട്ടുകയായിരുന്നു പിള്ളേര്. നെഞ്ചളവ് കേസ് പറയില്ല. അങ്ങനെ എനിക്ക് എസ് ഐ ആവാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ മരിച്ചെന്ന് അച്ഛൻ മുകളിലേക്കാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എസ് ഐ ആവാൻ പറ്റിയില്ലട്ടാ. ഞാൻ ഇവിടെ വെച്ച് അച്ഛന് വാക്ക് കയറുന്നത്, ഞാൻ കെട്ടണമെങ്കിൽ ഒരു എസ് ഐനെ കെട്ടുള്ളൂ. അന്നും അച്ഛന് കൊടുത്തേക്കണ വാക്കാണത്. അത് ഇനി മാറ്റാൻ പറ്റില്ല. 10 വർഷം മുമ്പാണെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തായിരുന്നു. എന്താണ്? അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായില്ല. മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഈ വാക്കങ്ങോട്ട് മാറ്റായിരുന്നു. കാര്യത്തിലേക്ക് വാ. ഓ, ഞാനിപ്പോ എസ് ഐനെയൊക്കെ ഇവിടെ പോയി സംഘടിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞവനെ തളർത്തണ്ട. എന്റെ സ്റ്റേഷനിലുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച ഒരു വനിതാ എസ് ഐ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരി കോത. വയസ്സൊരു 10-25 വയസ്സ് വരും. എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അവനെന്ത് കുഴപ്പം? അവന് 45 കഴിഞ്ഞു. ഇതിപ്പോ പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ. എല്ലാം കൂട്ടി പറയാം, എന്റെ വയസ്സ് കൂട്ടി പറയാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്ന് വെച്ചാൽ അവർക്ക് ജീവനാണ്. ഞാൻ പറയണതേ കേക്കൂ. കാര്യം വെച്ച് എക്സ്പീരിയൻസ് ഇല്ലല്ല. ഇപ്പൊ ഒരു കേസ് അന്വേഷണത്തിൽ പോകണമെങ്കിൽ ഒരു മഹസ് എഴുതണമെങ്കിൽ എന്റെ സഹായം വേണം. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, ഒരു ലീവ് ലെറ്റർ പോലും എഴുതി കൊടുക്കാതെ മോനെ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത് ആ സ്റ്റേഷന്റെ കയ്യിലാണ്. അപ്പൊ നിന്റെ ചങ്കാണ്. എന്റെ ചങ്കാണ്. അപ്പൊ ഇനി ഒന്നും നോക്കല്ല. ഞങ്ങൾ നാളെ സ്റ്റേഷനിൽ ഒന്ന് പെണ്ണ് കണ്ടല്ല. ഇതാണ് നിനക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. എടാ സ്റ്റേഷനിൽ വന്ന് പെണ്ണ് കാണുന്ന വെച്ചാൽ ഭയങ്കര മോശമാണ്. പിന്നെന്ത് ചെയ്യും? പിന്നെന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു പോലീസുകാരന്റെ ബുദ്ധിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു കേസ് ഉണ്ടാക്കണം. കേസൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കേസ് ഉണ്ടാക്കണം. കേസ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേഷനിൽ വരാൻ പറ്റും. ഞാൻ ഇന്നവരെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷൻ പോലും കയറില്ല. പോലീസുകാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു കേസ് ഉണ്ടാക്കി ചെന്നാൽ നിനക്ക് എസ് ഐയെ കാണുകയും ചെയ്യാം. നിനക്ക് ലൈൻ ഇടാൻ പറ്റുമോ? അത് കേസ് ഉണ്ടാക്കുമെന്ന്. എന്ത് കേസ് ഉണ്ടാക്കണോ? ഒരു കേസുണ്ട്. എന്താണ്? നീയാണ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാരും സമ്മതിക്കും. കേസ് എന്താണ്? നമ്മുടെ രമണൻ ചേട്ടന്റെ മകളിലെ അവളെ പീഡിപ്പിച്ചിട്ട് പ്രതിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചെന്ന് എസ് ഐയോട് പറയാം, ആ പ്രതി നീയാണ്, ആ പീഡിപ്പിച്ച ആളെ നീയാണെന്ന് പറഞ്ഞാൽ നിനക്കൊരു ലൈഫ് ഉണ്ടായാലേ. എന്താണോ നീ എന്നെ ലൈഫ് അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ലൈഫ് പോകും. പോലീസുകാരന്റെ ബുദ്ധി ഒന്നുകൂടി ഞാൻ പറയുന്നു. എന്താ പറയും? നീ ഒരാളെ പിടിച്ചിടിക്കുന്നു. ഞാൻ ആരെ പിടിച്ചിടിക്കാനാണ്? എടാ ആരെ പിടിച്ചിട്ട് ഇയാളെ പിടിച്ചിടിക്കുന്നു. എന്ത് കാരണത്തിന് എന്നെ ഇടിക്കണം? തന്നെ തല്ലാൻ കാരണമൊന്നും വേണ്ട, ഇടിക്കാം. അത് കുഴപ്പമില്ല, നീ കാര്യം പറ. കാരണം ഞാൻ പറയാം. തന്റെ കയ്യിൽ നിന്ന് ഇവനൊരു 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാം, നടന്ന എന്റെ 10 പൈസ ഇല്ലാത്ത ഞാൻ 10,000 രൂപ. ഞാൻ ആദ്യം പറയണേ, അല്ല പിന്നെ ഈ കല്യാണം നടന്ന 10,000 രൂപ ഞാൻ തനിക്ക് അങ്ങോട്ട് ആദ്യം കേക്ക്. തന്റെ കയ്യിൽ നിന്ന് ഇവൻ ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. താൻ അത് തിരിച്ചു ചോദിച്ചപ്പോ അവൻ തന്നെ മർദ്ദിച്ച് മൂക്കിടിച്ച് പരത്തി. ഇതൊരു കേസല്ലേ? കേസാണ്. അങ്ങനെ സ്റ്റേഷനിൽ വരാൻ പറ്റില്ലേ? വരാൻ പറ്റും. എങ്ങനെയാണ് എന്റെ ബുദ്ധി? നല്ല ബുദ്ധിയാണ്. ഇത് കൊള്ളാം. അപ്പൊ
നാളെ രാവിലെ താനൊരു പെറ്റീഷൻ എഴുതിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് വരിക. വരാം, രണ്ടുപേരും കൂടി വരാം. രണ്ടുപേരും കൂടെ വരും. ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും. അപ്പൊ നാളെ രാവിലെ ആ. ഓക്കെ? അളിയാ ദേ കാര്യം ഓക്കെ ആക്കിയേക്കണോട്ടാ. എനിക്ക് കണ്ട് ഇഷ്ടമായാലും ഞാൻ നിന്നോട് ഇങ്ങനെ കാണിക്കും. നമുക്ക് വെച്ച് പൊളിക്കാളിയാ. ബാക്കി നീ ഡീൽ ചെയ്തേക്കണം. ഓക്കെ, നാളെ രാവിലെ. സന്തോഷം. അപ്പൊ എന്തായാലും സന്തോഷമായില്ല. എസ്ഐനത്തിന്റെ കെട്ടല്ല, വേറൊരു കുഴപ്പമുണ്ട്. എന്താണ്? നീ എന്നെ തല്ലിയിട്ട് സ്റ്റേഷനിൽ ചെല്ലണമെന്നല്ലേ പരാതി? അതെ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചെളിക്കട അങ്ങോട്ട് ഉരുള. എന്ത് കാര്യത്തിന്? അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടൂല, പരിക്ക് വേണ്ടേ? ഓ പരിക്ക് പരിക്കില്ലെങ്കിൽ അവര് വിശ്വസിക്കോ? വെറുതെ എന്താ ചെയ്യണത്? വെറുതെ അങ്ങോട്ട് ഇരുന്നിട്ട് കാര്യം? അയ്യോ ഏട്ടാ ഓലോ ഒന്നും എടുത്തടാ. ഓലൊക്കെ ഞാൻ എടുത്തുതരാം. പരിക്കിന് വേണ്ടിട്ട് പിന്നെ ഷർട്ടിന്റെ അകത്തിട്ട് അടിച്ചാൽ പരിക്കോട്ടാവുക? ഇതൊന്നും പൊട്ടലിച്ചില്ലൊക്കെ ഇപ്പൊ പരിക്കായി ചോരയുണ്ട്. ബ്ലഡ് വന്ന് അപ്പൊ നടക്കും. നടക്കും, ഉറപ്പാണ്. ശുഭാപ്തി. സ്റ്റേഷനിലേക്ക് പോവാം, പരിചയപ്പെടുത്തോ. വിട്ടോ. എന്നാലും ഇടിച്ച് കടുപ്പായി പോയിട്ടാ. കുഴപ്പമില്ല, എനിക്ക് വേണ്ടിയല്ലേ. പിന്നെ നിനക്ക് വേണ്ടി. സമയത്തിന് എത്തിയല്ലേ? എങ്ങനെയുണ്ട് പാന്റ് ഷർട്ടൊക്കെ? ഒന്നര കുട്ടപ്പനായിട്ടാ കൊടുക്ക. പോയി മേടിച്ചാണ്. മേടിച്ചാണല്ലേ? അടിപൊളി. അപ്പേ പെറ്റീഷനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? പെറ്റീഷൻ ഉണ്ടല്ലോ. പെറ്റീഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഒരു സ്റ്റേഷനിലേക്ക് വരുമ്പോ ഒരു കാര്യം, ഒരു മര്യാദ പാലിക്കണ്ടേ? എന്താണ് ഇയാൾ സ്റ്റേഷനിലേക്ക് ഒന്ന് മുറുക്കി വന്നേക്കണത്? ഒറ്റ കീറിയാണ് പോലീസ് മുറുക്കിയാണ്. ഇവൻ ഇടിച്ചിട്ട് ചോര വന്നോണ്ടിരിക്കണ. കുപ്പിക്കളഞ്ഞ് മോണ ലീക്കാണ് പിന്നെയും വന്നോണ്ടിരിക്കണ. ഞാനെത്തിയ അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ കേട്ടാ. എസ് ഐ ഇപ്പൊ വരും. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ നിന്നാ മതി. നീ ഇവിടെ നിൽക്കണ്ട, നീ പൊക്കോ, ഞാൻ വിളിക്കും. അപ്പൊ വന്നേച്ചാ മതി. അതാണ് എന്റെ എൻട്രിക്ക് ബെസ്റ്റ്. അതാണ് ബെസ്റ്റ് എൻട്രിക്ക്. ഞാൻ പുറത്തേക്ക് ഓക്കെ ഇരിക്കണോ? ഞാൻ ഓക്കെ കിണ്ണനായിരിക്കും. ഞാനിവിടെ നിന്നാ മതിയല്ലോ. ഇവിടെ കുഴപ്പമില്ല. താൻ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ പെണ്ണ് കാണാൻ പോയി. എടോ കെട്ടി 2 പിള്ളേരുള്ള താൻ ഇനിയും പെണ്ണ് കാണാൻ പോയോ? താൻ ഇന്നലെ ലീവ് ലെറ്റർ എഴുതി തന്നോ? എടോ ഇവിടുത്തെ സ്ഥല എസ് ഐ എന്നെ കുറിച്ച് താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ മേളിലേക്ക് ഒരു വിളി വിളിച്ചാലുണ്ടല്ലോ തന്റെ തൊപ്പി തെറിക്കും. മേലാ ലീവികത്ത് തക്കയുടെ തരികയുടെ പെണ്ണ് കാണലുമായിട്ട് ഈ പരിസരത്തെങ്ങാനും സ്വഭാവം മാറും. മനസ്സിലായോ? ഞാൻ തല്ലുപൊളിയാ. രാവിലെ കൊണ്ടുവന്നൊരു പരാതിയാണ്. ഇയാൾ ഒരാൾക്ക് ഒരു 10,000 രൂപ കടം കൊടുത്തു. തിരിച്ചു ചോദിച്ചപ്പോ ഇയാളുടെ മൂക്കിടിച്ച് പൊളിച്ചു. ഇയാളെ ആരാ തല്ലിയത്? അവൻ പുറത്ത് നിൽപ്പുണ്ട്. വിളിക്കട്ടെ? ഞാൻ ഒരു മിന്നായം പോലെ കണ്ടുള്ള ആളാ. സാറാണ് പിടിച്ചത്. നല്ല ഉഗ്രനടിയായിരുന്നു. മോണിൽ ബ്ലഡ് വന്നിട്ടിരിക്കുന്നു. ചീപ്പുണ്ടോ? ഇഷ്ടായി? എനിക്കിഷ്ടായി. ഹലോ, എന്താ പേര്? പറയാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ വായിച്ചോളാം. എസ് ഐ സുനിത, സബ് ഇൻസ്പെക്ടർ സുനിത പോലീസ്, വനിതാ പോലീസ്. ഐ ആം രഘു കളമശ്ശേരി. ഗ്ലാഡ് മീറ്റ് യു. ചേട്ടൻ പെണ്ണ് കാണാൻ വന്നതാണല്ലേ? സാധു, നീ ഇതൊക്കെ പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ ചത്തുപോയെന്ന് പറഞ്ഞു. ശരിയാണ്, എന്റെ അച്ഛൻ ചത്തുപോയതാണ്. തന്റെ അച്ഛനല്ലേ തന്റെ വീട്ടിലുണ്ടാവേണ്ടത്? ഞാനൊരു സ്ട്രേറ്റ് ഫോർവേഡാണ്. കാര്യങ്ങൾ ഞാൻ തുറന്നങ്ങോട്ട് പറയും. എനിക്ക് ഈ അമ്പലം, പള്ളി, അതായത് ഈ ജാതകം, ജ്യോതിഷം, ഈ വക കാര്യത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് കൊച്ചിന്റെ നക്ഷത്രം? എസ് ഐയുടെ നക്ഷത്രം ചോദിച്ചാൽ എസ് പിയുടെ നക്ഷത്രം വരെ കാണിച്ചു. 30 രൂപ കിട്ടും. നക്ഷത്രം ചോദിച്ചോണ്ട് വന്നേവണ്. ഒരടി അടിച്ച് ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേ എടുത്തിട്ടുള്ളൂ. സ്ഥിരം കിട്ടണോട് കുഴപ്പമില്ല. എനിക്കത് വിഷയമല്ല. കാര്യം പറയണത്. താൻ ഇവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോ? താൻ ഇവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോന്ന് നിന്നെ ഇളിക്കാണ്ട് കാര്യം പറയടാ. നീ ഇവന് കാശ് കൊടുത്തോ? 10,000 രൂപ കൊടുത്തു. അത് പലിശക്കാണ് കൊടുത്തത്, വെറുതെ അല്ല കൊടുത്തത്. ഓഹോ, 10,000 രൂപ പലിശക്ക് കൊടുത്തല്ലേ? ഇങ്ങ് മാറിക്കടാ. എന്തോ? എടാ, കാശ് പലിശക്ക് കൊടുക്കുന്നത് കുറ്റകരമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ പലിശ ഇവൻ തരണ്ട, മുതൽ വന്നാ മതി. പലിശ വേണ്ട, മുതലും വേണ്ട. ഇങ്ങ് മാറി നിക്കടാ. ഇവനെതിരെ പലിശക്ക് കാശ് കൊടുത്തതിന് ഒരു കേസ് അങ്ങ് ചാർജ് ചെയ്തേ. എനിക്കെതിരെ കേസ്? നല്ല ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു. നീ കൂടി നിന്നോ. നീ വെറുതെ ഞങ്ങള് തമ്മിലൊരു ചെറിയ വശപ്പശ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. ഓക്കെ മാഡം. അങ്ങനെ അങ്ങ് പോവാണ്ടിങ്ങ് വാടാ.
ഞാനേ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് ഇതെന്റെ ആദ്യത്തെ കേസാ. കൺഗ്രാലേഷൻ. അങ്ങനെ ചുമ്മാ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. ഇങ്ങ് മാറി നിക്കടാ രണ്ടണോ, ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. പറഞ്ഞ ആവശ്യമില്ല സാധു, നീ ചതിയനാ. നീ ഇവനെ തല്ലിയോ? തല്ലി. ഒരടി, ഒറ്റ ഒറ്റ കൈ വീശപ്പോ ഒരടി കൊണ്ട് തിരിച്ചടിക്കാൻ. ആരിവനാ എന്നെ തിരിച്ചടിക്കടാ. അതെ മാഡം, പിന്നെ ഈ ഞാനിവനെ തല്ലിക്കഴിഞ്ഞാൽ സ്റ്റേഷന് പുറത്ത് ചെല്ലുമ്പോ ഇവനെ പട്ടിയുടെ തല്ലുപോലെ തല്ലും. ഇവൻ നാട്ടിലെ ഭീകരനാണ്, ഭീകരൻ അറിയാവാ? ഓ, നീ വലിയ ഭീകരനാണല്ലേ? അത്രക്ക് വലുതൊന്നുമല്ല, എന്നാലും ഒരു കുഞ്ഞു ഭീകരനാണെന്നൊക്കെ നാട്ടില് നടപ്പ് പറയുന്നു. അധിക പ്രസംഗം പറയുന്നോ? പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവനെ നീ തല്ലുവല്ലേടാ? ഞാൻ ഒന്നും ഒരു കാര്യം നീ മിണ്ടരുത്. ഒരു കാര്യം ചെയ്യ്, നീ ഇവനെ തല്ലണ്ട. PC അവന്റെ കൊടുക്കടി. അല്ല മാഡം, ഞാനെന്ന് വെച്ച് സാധു എന്നെ ഇടിക്കൂല. എനിക്ക് SI ആണ് പറയുന്നത് PC അവന്റെ കൊടുക്കാൻ. സാധു എപ്പ ഇടിച്ചത് ചോദിച്ചാ മതി. ഇന്നലെ 3 കപ്പ ബിരിയാണി ഒറ്റയടിക്കിരുന്ന് തിന്നത് എന്റെ കയ്യിലെ കാശ് കൊണ്ട്. എന്നിട്ട് എന്റെ നടുമ്പറ ഇടിച്ച് പൊളിച്ചേക്കണം. പട്ടി എന്തായാലും ഇടി കൊണ്ടുവന്നാ അറി. ഞാൻ ഉള്ള കാര്യം പറയാൻ വേണം. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. എന്താ? ഞാൻ മാഡത്തിനെ പെണ്ണ് കാണാൻ വന്ന. ഇപ്പം മാത്രം ഈടാ കല്യാണം കഴിക്കാത്ത മാഡത്തിനെ പെണ്ണ് കാണാൻ വന്നിരിക്കണം. പിന്നെ കല്യാണം കഴിച്ച ഒരു പെണ്ണ് കാണാൻ പറ്റുള്ളൂ. താൻ എന്തീ കാണിക്കുന്നേ? ഇവിടുത്തെ ഉപ്പും ചോറ് നിന്ന് വളർന്ന ആളാണ് ഞാൻ. മാഡത്തിന് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് നോവൂലേ? മാഡം ചൂടായാലെങ്കിൽ ഒരു കാര്യം പറയാം. മാഡം പുതിയ കല്യാണാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു ആലോചനയായിട്ട് വന്നാണ്. ശരിക്കും പോലീസ് സ്റ്റേഷനിലോ? പയ്യനൊരു ഹോമിയോ ഡോക്ടറാണ് മാഡം. ഒന്നാം തരം പയ്യൻ, സൽ സ്വഭാവിയാണ്, മദ്യപിക്കല, മോഷണമില്ല, പിടിച്ചുപറിയില്ല, വേറൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു പയ്യനാണ്. നല്ല തറവാടിയാണ്. പിന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഇതാണ് ആള്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ. ഇവനോ? ഈ ക്രിമിനലോ? ഹോമിയോ ഡോക്ടർ. ഇവനല്ലേ നിന്നെ തല്ലി എന്ന് പറഞ്ഞ് ഇപ്പിങ്ങ് കൊണ്ടുവന്നത്? എന്റെ സാറേ, ഇയാൾ എന്നെ തല്ലിയിട്ടൊന്നുമില്ല. സാറിനെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഞങ്ങളൊരു ഡ്രാമ ഇറക്കിയാണ്. അതിനു വേണ്ടി വന്നത്. ഞാൻ എന്തോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ്. പഴയ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പരിപാടി. അതുകൊണ്ടാ പന്ത് തട്ടണ പോലെ എല്ലാവരും തട്ടണം. നിങ്ങൾ ഇപ്പൊ ആരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മാഡത്തിന് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഈ സാറാണ് കൊണ്ടുവന്നത്. ഈ സാറ്. ഞാൻ ഒരു അത് തന്നെയല്ല, സാറ് പറഞ്ഞ് പിന്നെ മാഡം ആദ്യമായിട്ട് SI ആണോണ്ട് ഒന്നും അറിയാൻ പാടില്ല, എല്ലാം അദ്ദേഹമാണ് ചെയ്യണം, പുള്ളിയാണ് ഇവിടുത്തെ SI എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. മാഡത്തിന് ചുക്ക് അറിയാൻ പാടുള്ളൂ. പോലീസുകാരുടെ അബദ്ധം പറ്റൂല. അപ്പൊ ഒരു ഗമ കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാണ് ഞാൻ. വാങ്ങിച്ചു കൂട്ടും. അല്ല എന്റെ പൊന്നു ഡോക്ടറെ, പെണ്ണ് കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ അതെന്റെ വീട്ടിൽ വന്നാ പോരായിരുന്നില്ലേ? ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെയാ വന്നേ? പറ്റിപ്പോയി. അല്ല, എനിക്ക് ഡോക്ടറെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കൊരു കുറ്റബോധം. ഞാൻ ആളറിയാണ്ട് ചെറുതായിട്ടൊന്ന് തല്ലിപ്പോയില്ലേ? അത് കുഴപ്പമില്ല, കല്യാണം കഴിയുമ്പോ ഞാൻ തിരിച്ചു തല്ലിക്കോളാം. കല്യാണം കഴിഞ്ഞ എന്റെ ദേഹത്തെങ്ങാനും തോട്ട പരിപ്പിളക്കും ഞാൻ. അപ്പൊ ദേഹത്തോടാൻ പറ്റൂലെന്നാ പറയണത്? അനുഭവിച്ചോ, അച്ഛന് കൊടുത്ത വാക്കല്ലേ, നീ തന്നെ അനുഭവിച്ചോ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ഡംസറാസ് പോലത്തെ ഒരു ആക്ഷൻ കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു, ഞാൻ കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗെയിം മാറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾ ഗെയിം മാറ്റി. ഈ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, ഒരു സബ്ജക്റ്റ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വരച്ച് കാണിക്കണം. മനസ്സിലായില്ല? അതായത് ഞാൻ പറഞ്ഞേട്ടാ, ചിലപ്പോ കടങ്കഥയായിരിക്കാം, ചിലപ്പോ ഒരു പ്രവൃത്തിയായിരിക്കാം, ചിലപ്പോ ഒരു വസ്തു ആയിരിക്കാം. അത് ആ ക്യൂ കാർഡിലുണ്ടാവും. ഓക്കെ. അത് നമുക്ക് സാധാരണ ഡംസറാസ് നമ്മള് അഭിനയിച്ച് കാണിക്കലല്ലേ, ഇത് വരച്ച് കാണിക്കണം. വരച്ച് കാണിക്കണം. സംസാരിക്കാൻ പാടില്ല, അഭിനയിച്ച് കാണിക്കാൻ പാടില്ല, പിന്നെ എഴുതാൻ പാടില്ല കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് എഴുതാൻ പാടില്ല, വരച്ച് മാത്രമേ കാണിക്കൂ. അതായത് വരയ്ക്കാൻ അറിയാത്ത ഒരാൾ ഇവിടെ വന്നാൽ വര പഠിച്ചിട്ടേ പോകാം. അതാണ്. പിന്നെ തലവരെ ശരിയായവര് അങ്ങനെ മാറ്റിവിടും. ശരി, ചേട്ടൻ വന്ന പ്രമാണിച്ച് അല്ലേ ഈ ഫ്ലോറിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗെയിമാണ്. ഐശ്വര്യോട് ചേട്ടൻ തന്നെ തുടങ്ങട്ടെ. അതന്നെ. ആദ്യം ഷൈൻ ചേട്ടൻ എടുക്കുന്നു, വിനയ് വരയ്ക്കുന്നു. വിനയ് വരയ്ക്കണം അല്ലേ? ഓക്കെ. ശരിയായിട്ട് ഒരെണ്ണം. ഞാൻ കാണാൻ പാടില്ല. അല്ല, ഷൈൻ ചേട്ടൻ കാണാൻ പാടില്ല, എല്ലാരും കാണിക്കണം. ഓഡിയൻസിനെ എല്ലാരും കാണിച്ചല്ലോ. വിനയ് കാണിക്കൂ. ഓക്കെ. അപ്പോൾ വിനയ് വരയ്ക്കുകയാണ് സംഭവം. ആന, നെറ്റിപ്പട്ടം,
നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം കിട്ടിയ ആന. ഇങ്ങനെയുണ്ട് പൊളിച്ച്. അല്ല ഇങ്ങനെയുണ്ടത്. അടിപൊളി. ഓ അതല്ലേ ഓക്കെ, അടുത്തത് വിനയ് എടുക്കുന്നു. ഷാൻ ചേട്ടൻ അത് വരച്ച് കാണിക്കണം. ഓക്കെ, ഓക്കെ, ശരി കേട്ടോ. ഞാൻ കാണട്ടെ. സ്ക്വയർ, ചീസ്, ഭക്ഷണ സാധനമാണോ? ആണ്. ബ്രെഡ്, എലി, പൂച്ച, പൂച്ച പൂച്ച. പട്ടിയ, പട്ടിയും എലി. ഓ എലിയില്ലല്ലോ അല്ലേ, മറ്റേ പട്ടി. ബ്രെഡ് തിന്നാൻ വന്ന പട്ടി. റൊട്ടിയും പട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. റൊട്ടി തിന്നുന്ന പട്ടി. റൊട്ടി തിന്നുന്ന പട്ടി അല്ലേ? നല്ല പ്രാസല്ലേ? നല്ല 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 ടൈറ്റില്. റൊട്ടി തിന്നുന്ന പട്ടി. അടുത്തായിട്ട് പ്രിയ വരയ്ക്കുന്നു. ചേട്ടൻ കാർഡ് എടുക്കുന്നു. ഓക്കെ, ഓക്കെ. പ്രിയ കാണാൻ പാടില്ല. അല്ല എന്നെ കാണിക്കണം, എനിക്ക് വരക്കണ്ടേ? പ്രിയ കാണാൻ പാടില്ല. അടിപൊളി. ഭയങ്കര ഈസിയാ. ഉണ്ട, മാങ്ങ, മാങ്ങ. ഭൂമി, ഭൂമി. അമിട്ട്, ഓംലെറ്റ്, ഓംലെറ്റ്. മറ്റേ ബുൾസൈ. ഉഴുന്നുവട. ഉഴുന്നുവട. ഞാനത് വരക്കണേ. ഇത്രയും വലിയ ക്ലൂ എനിക്ക് കൊടുത്തു. സംസാരിക്കാൻ പാടില്ല. ഹലോ മാഡം. ബലൂൺ. മുട്ട, മുട്ട. ആളും ചട്ടി. ഇത് വർത്താനം പറയുന്നു. ഹലോ പ്രൊഡ്യൂസർ. മുട്ട തിന്നുന്ന കുട്ടി. കുട്ടി. ഓക്കേ, എന്താണിത്? ഇല, ഇല. ഇല വിഴുങ്ങിയ കുട്ടി അല്ല. വരച്ച് വരച്ച് ബോർഡിൽ സ്ഥലം തീരുമല്ലോ. അതെ തന്നെ. ഒരാൾ മായ്ക്കാൻ കൂടെ നിൽക്കണം കേട്ടോ. അതെ. തുള വീണയല്ല. തുള വീണ ഇലയല്ലല്ലോ. ഇലക്കകത്ത് എന്തോ ഇരിക്കല്ലേ? സദ്യ. ആ, സദ്യയില് ചപ്പാത്തി, പപ്പടം. എന്റെ ദൈവമേ, പപ്പടം ഞാൻ പിന്നെ റൗണ്ട് അല്ലാതെ പിന്നെ എങ്ങനെ വരയ്ക്കുന്നേ? പക്ഷേ ഇല വരച്ച് നന്നായിരുന്നു അല്ലേ? ഒടിഞ്ഞ പപ്പടം ഉണ്ട് കേട്ടോ. പൊടിഞ്ഞ പപ്പടം ഞാൻ കാണിക്കുന്നത്. ഈ കുട്ടി ഇങ്ങനെ എടുത്തിട്ട് തിന്നുന്നു തിന്നുന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. കൊള്ളാം, കൊള്ളാം. നല്ല കിട്ടി. നല്ല ഗെയിം ആയിരുന്നു. ഹലോ, നടക്കിയാല ലൊക്കേഷൻ നിങ്ങൾ പറഞ്ഞു തരണം, അല്ല ഞാൻ എങ്ങനെ വരും? ഫോൺ അല്ല പിന്നെ എന്തായാലും കാര്യമായിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ അറിയാൻ മേലെ പിന്നെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസേഴ്സ് വല്ലതും? ഇല്ലില്ല, എനിക്ക് പരിചയമുള്ള ആളാണ്. ആ സിൽക്ക് ഷർട്ടും മുണ്ടും. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഹലോ ഷാജോൺ. ഹലോ, നമസ്കാരം സാർ. ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് മനസ്സിലായി. ഷാജോൺ എന്നെ വിളിക്കണമെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യാം, പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്യണം. അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടണം. ചുമ്മാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല സാർ, ഞാൻ മനസ്സിലായി ചാനലിന്റെ ശ്രീകണ്ഠ സാറുമായിട്ടുള്ള എന്തെങ്കിലും കാര്യമല്ല, പാർട്ട്ണറോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല അല്ല അല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് സാറിന് ഞാൻ കാര്യം. അല്ല, ഷാജോൻ ഇവിടെ അങ്ങനെ സ്ഥലം മേടിച്ചെന്ന് പറയാം. സ്ഥലം അങ്ങനെ എന്തെങ്കിലും വള്ളിക്കെട്ടായിരിക്കും. ചേട്ടാ പൈസ കൊടുക്കാനുണ്ടോ? ഇല്ല, ഞാൻ ഇയാളുടെ നല്ല സ്ഥലം മേടിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ മേടിച്ചിരിക്കുന്ന വേറെ ആളുടെ നിന്നാണ്. അപ്പൊ ഞാൻ അതിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അതിന്റെ രജിസ്ട്രേഷൻ എന്തെങ്കിലും? അതൊന്നുമില്ല, തെങ്ങുംതോപ്പ്. തെങ്ങുംതോപ്പാണ് മേടിച്ചിരിക്കുന്നത്. അതിനടുത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ല, അത് പ്രശ്നമാണ്. സാറിന്റെ വീട് അതിനടുത്തുണ്ട്. അതിർത്തി എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും? അതല്ല, പിന്നെ ഞാനേ ഷാജോനോട് വിളിച്ചായിരുന്നല്ലോ. എന്നെ വിളിച്ചായിരുന്നു. എന്തിനായിരുന്നു? തെങ്ങ് കയറുന്ന ആളാ ഞാൻ. തെങ്ങ് കയറുന്ന ആളാന്ന്. തെങ്ങ് കയറുന്ന ദൈവമേ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു മനസ്സിൽ. എന്തൊക്കെ പ്രതീക്ഷ. എന്താ ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ഗോപി. ഗോപിയാ? അതെന്താണ് ഗോപി എന്ന് ചേട്ടന്റെ പേരിട്ടത്? ഗോപി എന്ന് പേരിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങുകയറ്റം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പരിപാടിയാണ്. എങ്ങാനും കൈവിട്ടു പോയ ഗോപി, അതുകൊണ്ടാണ് ഞാൻ ഗോപി എന്ന് പേരിട്ടത്. പിന്നെ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ കയറും, അമ്മ കയറിയല്ല, പിന്നെ അനിയൻ കയറും, ഭാര്യ കയറും. ഭാര്യ തെങ്ങ് കയറും? പിന്നെ നോണ പറയല്ല, അങ്ങനെ. പിന്നെ ഒരു കോലക്കാരിനെയാണ് ഞാൻ കെട്ടിയത്. അതെങ്ങനെ? അവിടെ നിന്ന് കയറും, ഞാൻ താഴെ നിന്ന്
എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടോ? ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് ചേട്ടൻ. പിന്നെ തേങ്ങാക്കൊല വൃത്തിയോട് പറയാൻ നിൽക്കരുത് ഇവിടെ വന്നിട്ട്. അയ്യോ തേങ്ങാക്കൊല എന്ന് പറഞ്ഞ എന്റെ ഫേസ്ബുക്ക് പേജാണ്, ഞാൻ എന്റെ അഡ്മിനാണ്. പേജൊക്കെ ഉണ്ടെന്ന്. അത് ശരി. അപ്പൊ ചേട്ടാ ഈ ബാഗ് എന്താ ലാപ്ടോപ്പ് ആണോ? ലാപ്ടോപ്പ് അല്ല, ഇത് കോപ്പി കയറുമ്പോ ഉപയോഗിക്കുന്ന ടൂൾ. ടൂൾ എന്താണ് അതിനകത്ത്? ടൂൾ അറിയത്തില്ലേ? ഇല്ല. ഇത് എന്റെ അമ്മേ, ഇതാണ് ഞാൻ മോളിൽ ചെന്ന് ഉപയോഗിക്കുന്ന പരിപാടി. പിന്നെ തേങ്ങ ഇടണമെന്ന് പറഞ്ഞല്ലോ. തേങ്ങ ഇടണം. അപ്പൊ തെങ്ങ് കഴുകിടേണ്ട വരും. തെങ്ങ് കഴുകിടേണ്ട വരും. കേറണ്ട തെങ്ങ് കഴുകിടണോ? പിന്നെ തെങ്ങ് കഴുകണം. ഇതെന്താണ് വെള്ളരിക്കാപ്പെട്ടണോ? ഇത് എന്ത് വർത്താനൊക്കെ പറഞ്ഞു ചേട്ടാ? ഈ വണ്ടി കയറുന്നതിന് മുമ്പ് വണ്ടി കഴുകിടുന്ന കേട്ടിട്ടുണ്ട്. ഈ തെങ്ങ കയറുന്നതിന് മുമ്പ് തെങ്ങ് കഴുകിടണം പറഞ്ഞ ഇത് എന്ത് പരിപാടി ഇത്? അത് എനിക്ക് നിർബന്ധമാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ആരെ കൊണ്ട് കഴുകി ഇടിക്കുന്നത്? ഇതിപ്പോ പെയിന്റിംഗ് പിള്ളേരുണ്ടല്ലോ, അവരെ കൊണ്ട് കഴിച്ചാൽ മതി, അവര് കഴിക്കോളും. ശരി, ഒരു കാര്യം ചെയ്യാം. എന്തായാലും ആ പെയിന്റിംഗ് പിള്ളേരെ കഴുകാൻ കയറുമല്ലോ, ആ കൂടെ തേങ്ങയും കൂടി ഇട്ടോണ്ട് താട്ട് വരാൻ പറഞ്ഞോ. അത് പറ്റത്തില്ല, അത് പള്ളി പറഞ്ഞാൽ മതി. അത് പള്ളി പറഞ്ഞാൽ അത് എന്റെ അവകാശമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തേങ്ങ ഇടുന്നൊക്കെ പറഞ്ഞല്ലോ, ഇതിന്റെ കൂലി എന്താന്ന് പറഞ്ഞാൽ? കൂലി എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിന് 50 രൂപ. ഒരു തെങ്ങ കയറുന്നതിന് 50 രൂപ. കയറുന്നതിന് ഒരു തേങ്ങ, ഇറങ്ങുന്നതിന് ഒരു തേങ്ങ, പിന്നെ കത്തിയുടെ തുമ്പത്ത് ഒരു തേങ്ങ, പിന്നെ വേറൊരു തേങ്ങ. അതെനിക്ക് അത് തരത്തില്ല, അതെന്റെ അവകാശമാണ്. അതെ ശരി, അതെന്റെ കയ്യിലിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഈ തേങ്ങ ഇടാൻ വരുമ്പോഴും ഒരു JCB കൂടെ കൊണ്ടുപോരും. എന്തിനാ? തറവാട് മുടിക്കാൻ എന്തിനാ ഇങ്ങനെ ഒരു തെങ്ങ്? പോകുമ്പോ അതും കൂടെ മാന്തിക്കൊണ്ട് പോടാ അവിടുന്ന് തേങ്ങ. ഇതൊക്കെ കൊണ്ടുപോയി, ഇതൊക്കെ തൂളക്കടത്തിന് പോട്ടോ പൊക്കോളെ. അപ്പോൾ ചേട്ടാ, അപ്പൊ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമ്മുടെ ഇവിടെ പങ്കുവച്ചു ഫരീദ് പണ്ടാരി. അതുകൂടാതെ ഇപ്പൊ വേറെ ഏതെങ്കിലും പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പം കംപ്ലീറ്റ് ചെയ്തത് ഇപ്പൊ ഡബ്ബി നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പ്രിയദർശൻ സാറാണ് അതിന്റെ ഡയറക്ടർ. മോഹൻലാൽ ലാലേട്ടനാണ് അതിലെ ഹീറോ. അപ്പോൾ ദൃശ്യത്തിന് ശേഷം വീണ്ടും ലാലേട്ടനുമായിട്ടുള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അതൊരു വളരെ നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണത്. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുന്ദർദാസ് സാർ ഡയറക്റ്റ് ചെയ്യുന്ന ദിലീപേട്ടൻ ഹീറോ ആയിട്ടുള്ള വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ബെന്നി പി നായരമ്പല ബെന്നിച്ചേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത് ജൂലൈയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതും ലാലേട്ടൻ്റെ സിനിമ തന്നെയാണ്. അതിൻ്റെ ഡയറക്ടർ ജിബു ജേക്കബ്, നമ്മുടെ വെള്ളിമൂങ്ങ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഡയറക്ടറായ ജിബിച്ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. സിന്ധുരാജ് എന്ന് പറയുന്ന റൈറ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ. അപ്പോൾ ഇനിയിപ്പം പരീത് ഭണ്ഡാരി ഈ മാസം ജൂലൈയിൽ 24-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, അതാണ് പ്രത്യേക ആവശ്യം. അപ്പോൾ ചേട്ടാ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പൊ ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളും ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ലാസ്റ്റായിട്ട് ഒരു പാട്ടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി. പാട്ട്? ഒരു പാട്ട് കൂടെ അല്ലേ? അടിപൊളി പാട്ടില് നമുക്ക് ഈ ഷോ. അടിപൊളി പാട്ട്, പിള്ളേർക്ക് എനർജി അല്ലേ, പൊളിക്കല്ലേ നമ്മള്? അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കൊരു അടിപൊളി പാട്ട് പാടിയോ? ഓക്കെ. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ എപ്പിസോഡ് ചാലഞ്ച് ചെയ്ത പാട്ടുകളോട് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിപൊളി പാട്ട് കേൾക്കാം. പാണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചകിരി വെള്ളം തേവണം. പള്ളിക്കുയിലേ തഞ്ചത്തിനു മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതകതി മൃദൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതകതി മൃദൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ.